ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ രണ്ടാം ട്വന്റി ലോക കിരീടത്തിൽ മുത്തമിട്ട ഇന്ത്യ അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. കൈവിട്ട മത്സരം അവസാന ഓവറുകളിൽ ഇന്ത്യൻ പേസർമാർ തിരിച്ചു പിടിക്കുകയായിരുന്നു. 13 വർഷത്തെ ഇന്ത്യയുടെ കാത്തിരിപ്പിനാണ് രോഹിത്തും സംഘവും വിരാമമിട്ടത്. 2011 ഏകദിന ലോകകപ്പിന് ശേഷം ഒരു ലോക കിരീടം, 2007 ശേഷം ഒരു ട്വന്റി കിരീടം. ഈ സ്വപ്നമാണ് ടീം ഇന്ത്യ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അവസാന 5 ഓവറുകളിലെ ഇന്ത്യൻ പേസർമാരുടെ പ്രകടനമാണ് വിജയത്തിൽ നിർണായകമായത്. ടൂർണമെന്റിലുടനീളം താളം കണ്ടെത്താനാകാതെ വലഞ്ഞ വിരാട് കോഹ്ലി ഫൈനലിൽ ഫോം കണ്ടെത്തിയതോടെയാണ് ഇന്ത്യ പൊരുതാനുള്ള സ്കോറിലെത്തിയത്. 59 പന്തിൽ 76 റൺസ് എടുത്താണ് താരം പുറത്തായത്. അക്സർ പട്ടേൽ 31 പന്തിൽ 47 റൺസ് എടുത്തു. തുടക്കത്തിലെ 3 വിക്കറ്റുകൾ നഷ്ടമായി ഇന്ത്യ പതറുമ്പോഴാണ് കോഹ്ലിയും അക്സറും ക്രീസിൽ ഒന്നിക്കുന്നത്. ഇരുവരും 4 വിക്കറ്റിൽ നേടിയ 72 റൺസ് കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ നിർണായകമായത്. മറുപടി ബാറ്റിംഗിൽ വമ്പൻ അടികളുമായി ക്ലാസൻ കളം നിറഞ്ഞതോടെ ദക്ഷിണാഫ്രിക്കൻ സ്കോർ കുതിച്ചു. അക്സർ എറിഞ്ഞ 15-ാം ഓവറിൽ 2 സിക്സ് അടക്കം 22 റൺസാണ് താരം അടിച്ചെടുത്തത്. ഇതോടെ ഇന്ത്യയുടെ പ്രതീക്ഷയും കൈവിട്ടു. 23 പന്തിലാണ് ക്ലാസൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. പിന്നാലെ പാണ്ഡ്യയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് ക്യാച്ച് നൽകി ക്ലാസൻ മടങ്ങുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഏറെക്കുറെ ലക്ഷ്യത്തിന് അടുത്തെത്തിയിരുന്നു. എന്നാൽ ഇന്ത്യൻ ബൗളർമാർ വിജയം പ്രോട്ടീസിൽ നിന്ന് പിടിച്ചു വാങ്ങുകയായിരുന്നു. വിരാട് കോഹ്ലിയാണ് കളിയിലെ താരം. ടൂർണമെന്റിൽ ഉടനീളം മികച്ച ബൗളിംഗ് പ്രകടനം പുറത്തെടുത്ത ജസ്പ്രീത് ബുംറയാണ് ടൂർണമെന്റിന്റെ താരം. സ്പോർട്സ് ഡെസ്ക്, ജനം.